ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസമായി ക്ലീനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടൊക്കെ നല്ലോണം എന്താ പറയുക, ഭയങ്കര പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് വീട് കിടക്കുന്നത്. വെറുതെ ഒന്ന് തറ അടിച്ചിടുന്നുണ്ടായിരുന്നതല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പഠിക്കുന്ന തിരക്കും പിന്നെ പോകുന്ന തിരക്കും വരുന്ന തിരക്കും അതിൽ കൂടെ മോൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം കൂടെ ആകെ എനിക്ക് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വീട്ടിൽ നമ്മൾ കുക്കിംഗ് ചെയ്യണം, എല്ലാം ഒറ്റയ്ക്കായതുകൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് ക്ലീൻ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൽ കൂടെ എൻ്റെ കുഞ്ഞ് നന്നായിട്ട് സഹായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് വീടൊക്കെ അലമ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വർഷത്തെ അവസാനത്തെ ഡീപ്പ് ക്ലീനിങ് വീഡിയോയുടെ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ്ങിലോട്ട് കിടക്കാം. പിന്നെ ഈ വീട്ടിൽ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ കിച്ചൺ മാത്രമാണ് കേട്ടോ. മെയിൻ കിച്ചൺ, അതുപോലെ സ്റ്റോർ റൂമും അത്യാവശ്യം നല്ലോണം വാരി വലിച്ചൊക്കെ ഇട്ടിട്ട് അതും ഇച്ചിരി മോശമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. ഏരിയയിൽ പാത്രങ്ങൾ ഇങ്ങനെ കഴുകിക്കൊണ്ട് വാരി വെച്ച് അതങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കണം. അപ്പോൾ ഇന്ന് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ചെയ്തു തുടങ്ങാം. ഇന്ന് ഞാൻ വിചാരിച്ചത് ആദ്യം ഓരോ റൂമായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ബാക്കി ഓരോന്നായിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് മൊത്തം വലയടിക്കും, പിന്നെ അടുത്ത് അടിച്ചു വരും, അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും എത്രത്തോളം പറ്റുമെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാം തന്നെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അലക്കിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലയടിക്കുന്നതിന് മുന്നേ ആ റൂമിൽ ഒതുക്കാനുണ്ടായിരുന്നതൊക്കെ ഞാൻ ആദ്യം ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒതുക്കാണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാലും പിന്നീട് ഞാൻ തന്നെ ഒതുക്കണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തുണിയെല്ലാം മടക്കിയൊക്കെ വെച്ചു. പിന്നെ ഈ സൈഡിലെ ജനൽ മിക്കവാറും തുറക്കാൻ പറ്റാറുണ്ടാവില്ല ക്ലീൻ ചെയ്യുന്ന സമയത്ത്. അപ്പുറത്തെ വീട്ടിലെ വിറകൊക്കെ കൊണ്ട് ഈ മതിലിൽ വെക്കുമ്പോൾ അത് തുറക്കാൻ പറ്റാറില്ല കേട്ടോ. എന്തായാലും അത് തുറക്കാൻ പറ്റി. അതുപോലെ ഈ മേശയൊക്കെ ഭയങ്കര വെയിറ്റാണ് കേട്ടോ ഈ സാധനം. ഇതൊക്കെ കിടന്ന് പിടിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുന്നത്. നല്ലോണം പൊടിയും വലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു തോർത്താണ് കേട്ടോ എടുത്ത് മാസ്ക് പോലെ കെട്ടുന്നത്. എന്നിട്ട് ഞാനത് തലയിൽ കൂടെ ഇങ്ങനെ കവർ ചെയ്തിടുകയാണ് ചെയ്തത്. അപ്പോൾ തലയിലും ഒന്നും വീഴില്ലല്ലോ. ഫാനിലൊക്കെ നല്ലോണം പൊടി പിടിച്ചിരിപ്പുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു എത്രത്തോളം അഴുക്ക് വീട്ടിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കുറച്ച് ദിവസം ഇതുപോലെ ക്ലീൻ ചെയ്യാതിട്ടേക്കണം. ഓഹ്, എന്തൊരഴുക്കായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ വേഗതീനെ തോർത്തൊക്കെ കെട്ടി സെറ്റായി ഇവിടെ വന്ന് നിൽപ്പുണ്ട് ഞാൻ. അപ്പോൾ എപ്പോഴത്തെയും പോലെ ആദ്യം ഞാൻ ജനലിൽ നിന്ന് തന്നെയാണ് കേട്ടോ തുടങ്ങിയത്. നല്ലോണം വലയും പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഈ ബ്രഷ് വെച്ച് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തു. അകത്തടിച്ചതിന് ശേഷം ഞാൻ അപ്പം തന്നെ പുറത്തും പോയി അടിക്കുന്നുണ്ടായിരുന്നേ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നീട് പുറത്തു നിന്ന് അടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് വീണ്ടും ഉള്ളിലോട്ട് തന്നെ വരും. എനിക്ക് ഇരട്ടി പണിയാവും. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പുറത്തു നിന്നും അകത്തു നിന്നും അടിക്കുന്നുണ്ടായിരുന്നു. ഒരു സൈഡ് എപ്പോഴും തുറന്നടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നല്ലോണം പൊടിയും വലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലന്തി സാധനങ്ങളൊന്നും കാണാനില്ല, പക്ഷെ വല നല്ലോണം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പൊക്കെ അറിയാമെങ്കിൽ വല വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയണേ. വലയൊക്കെ അടിച്ചു കഴിഞ്ഞ് ചൂലും വെച്ച് നല്ലോണം തട്ടിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചുമരിലുള്ള വലയും കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഈ റൂമിൽ അങ്ങനെ അധികം ചുമരിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ കിടക്കുന്ന റൂമിൽ അത്യാവശ്യം ഉണ്ടായിരുന്നേ. അങ്ങനെ ചുമരെല്ലാം അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഫാനൂടെ ഒന്ന് തട്ടി കൊടുത്തു. ഫാനിലധികം അങ്ങനെ വലയില്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ്. എന്നാലും ഇന്ന് ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് അതും കൂടെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ ഈ മേശയുടെ ബാക്ക് സൈഡിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പേപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഇട്ട് കേട്ടോ. പിന്നെ ഈ കട്ടിൽ പൊളിച്ച് വെച്ചേക്കുന്നതാണ് സൈഡിലിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൊന്നും ഞാനങ്ങനെ മാറ്റിയൊന്നും അടിച്ചിട്ടില്ല, പുറകെ മാത്രം അടിച്ചെടുത്തു. പിന്നെ ഞാൻ കട്ടിലൊക്കെ നീക്കിയിട്ടിട്ട് കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അങ്ങനെ അധികം അഴുക്കല്ല ഉണ്ടാവാറുള്ളത്, കളിപ്പാട്ടങ്ങളാണ് കിടക്കാറുള്ളത് കേട്ടോ. അപ്പോഴും എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കളിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ടാവും. പിന്നെ മിക്ക സാധനങ്ങളും കാണാതാവുന്നതും ഈ കട്ടിലിൻ്റെ അടിയിലോട്ട് തന്നെയാണ് പോകാറുള്ളത്. ശേഷമൊക്കെ ഒന്ന് അവിടെ നിന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ വീണ്ടും തിരിച്ചൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഈ മേശ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പൊടിയും വലയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ കുറച്ച് ദൂരോട്ട് കൊണ്ട് അടിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കാറ്റ് വീശുമ്പോൾ വീണ്ടും ഇത് അടിച്ചെടുത്തോട്ട് തന്നെ കയറിപ്പോവും. മേശ ഇപ്പം പഴയതുപോലെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അലമ്പൊന്നും ആവാറില്ല കേട്ടോ. നല്ലോണം അടുക്കിയൊക്കെ ഒതുക്കിയൊക്കെ വെക്കാറുണ്ട്. പിന്നെ മോൻ ഇങ്ങനെ ചെയറിൽ കയറി ഇരുന്നിട്ട് കളിക്കുമ്പോൾ ഉള്ള ഒരു വൃത്തിയിടൊക്കെ വരാറുള്ളൂ കേട്ടോ. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് തുടച്ചെടുത്തു. അത്യാവശ്യം പൊടിയും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മേശയുടെ പുറത്തും വെച്ചു. ബാക്കിയൊക്കെ എടുത്ത് ഡ്രോയറിനകത്തും ഒക്കെ ആയിട്ട് അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മെഷീൻ ഞാൻ കട്ടിലാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അതുകൂടെ എടുത്ത് ഞാൻ ഈ മേശയിലോട്ട് ആക്കിയിട്ടുണ്ട്. സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അതവിടെ ഒതുങ്ങി അങ്ങ് ഇരുന്നോളും. പിന്നെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കട്ടിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. കട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. അവിടെയും കൂടുതലും കളിപ്പാട്ടം തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ തലേണയൊക്കെ എടുത്ത് മാറ്റി ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കണം. കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു ഈ ഷീറ്റ് വിരിച്ചിട്ട്. റൂമ് പിന്നെ അങ്ങനെ കിടക്കാനൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ എപ്പോഴെപ്പോഴും മാറ്റാറില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും പൊടിയടിക്കുന്ന സമയത്തൊക്കെ തന്നെ മാറ്റാറുള്ളൂ.
എന്നിട്ട് ഞാൻ പിന്നെ ആ റൂമിലുണ്ടായിരുന്ന ഈ പൊടിയും വേസ്റ്റും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഹാളിൽ ഇറക്കി കേട്ടോ. അത് ആദ്യമേ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ട് ഹോളിൽ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഹോൾ അടിച്ചെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ആ റൂം ഒതുക്കിയിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലോണം തട്ടിയൊക്കെ കുറഞ്ഞ് പുതിയ ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തലേണയുടെ പഴയ കവറൊക്കെ മാറ്റി, എന്നിട്ട് വേറെ പുതിയ കവറൊക്കെ ഇടണം ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തലേണയുടെ കവറൊക്കെ മാറ്റി. പിന്നെ എൻ്റെ ഹെൽപ്പർ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തലേണയുടെ കവറൊക്കെ ഇടാനായിട്ട്. ഇപ്പോഴാണ് എനിക്ക് തലേണയൊക്കെ എടുത്ത് തരുന്ന ആൾ. ചാടി ചാടി നിൽക്കുന്നതൊക്കെ. അപ്പോൾ തലേണയുടെ കവറൊക്കെ എന്നിട്ട് അവൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ഞാൻ എല്ലാം സെറ്റാക്കി എല്ലാം അടുക്കി വെക്കേണ്ടടുത്തൊക്കെ വെച്ചു. ഇത്രയും കൂടെ ആയപ്പോഴേക്കും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അലക്കിയ തുണിയൊക്കെ ഇവിടെ അലക്കാനുള്ള തുണിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഞാൻ കൊണ്ട് ഒരു സ്റ്റെപ്പ് അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കർട്ടനും അലക്കാൻ വേണ്ടി ഇടണം. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് അലക്കുമ്പോൾ കർട്ടനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ റൂം നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പുറത്ത് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തോട്ട് എടുത്തിട്ടാണ് കേട്ടോ വൃത്തിയാക്കിയത്. ബെഡിൽ അവൻ്റെ ഇങ്ങനെ ടോയ്സും അവൻ്റെ പാവയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം എടുത്ത് മാറ്റി. പിന്നെ ഈ ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുന്നത് ഞാൻ മാറ്റുന്നില്ല, കാരണം മെത്തയിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അലക്കണമല്ലോ. അതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവിടെ ഞാൻ ജനലൊക്കെ തുറന്നിട്ട്, ഈ സൈഡിലെ ജനലും ഇവിടെ അങ്ങനെ അധികം തുറക്കാറില്ല. അപ്പുറത്തെ വീട്ടിലോട്ട് പോകുന്ന ജനലായതുകൊണ്ട് അങ്ങനെ തുറക്കാറില്ല കേട്ടോ. ഈ വലയടിക്കുന്ന സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ. അതിൻ്റെതായ നല്ലോണം വലയും അഴുക്കും ഇവിടെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ജനലൊക്കെ അടിച്ചതിന് ശേഷം ഈ റൂമിൽ ചുമരിലൊക്കെ നല്ലോണം വലയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നേ. ഫാനിലും നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നതാണെങ്കിലും പെട്ടെന്ന് ഫാനിൽ നല്ലോണം പൊടി പിടിക്കാറുണ്ട്. അപ്പം ഞാൻ ഇത് വെച്ച് തന്നെ ഒന്ന് മാക്സിമം തട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മോനെ മാക്സിമം ഞാൻ പൊടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് തന്നെയാണ് കേട്ടോ പൊടിയൊക്കെ അടിച്ചെടുത്തത്. അപ്പോൾ പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ആള് മാറിയൊക്കെ നിന്നോളും. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് അധികം പൊടിയൊന്നും ഇത്തവണ അടിച്ചിട്ടില്ല. ഇതിലൊന്ന് അടിച്ചിട്ട് ഞാൻ പിന്നെ പുറത്ത് പോയിട്ട് അവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആള് പൊടിയുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ മോൻ്റെ അടുത്ത് പുറകോട്ട് പോകാൻ പറയുമ്പോൾ പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവനും അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ചൂലൊക്കെ വെച്ച് നല്ലോണം അടിച്ചെടുത്തു. ഇനിയാണ് മെയിൻ പരിപാടി, ഈ കട്ടിൽ നീക്കുക എന്നുള്ളത്. ഈശ്വര, എൻ്റെ സകല ആരോഗ്യം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരൊറ്റ കട്ടിൽ നീക്കുന്നത്. അങ്ങനെ എല്ലാം നീക്കിയതിന് ശേഷം ഇതിൻ്റെ ഇടയിലും ഈ കളിപ്പാട്ടവും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ മാക്സിമം ഉള്ളത്. അല്ലാണ്ട് വേറെ അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇവൻ എന്തെങ്കിലുമൊക്കെ എടുത്തിടുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പിന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മെത്തയൊക്കെ നല്ലോണം തട്ടിയൊക്കെ കുടച്ചിട്ട് നീ ഇത് തിരിച്ചിടണം. ഞാൻ എൻ്റെ കൈയും കാലും മൂക്കും വായും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ തള്ളി നീക്കുന്ന ഈ ബെഡ്. അത്രയ്ക്ക് വെയിറ്റ് ആണ് സാധനം. ഞാൻ പതുക്കെ പതുക്കെ ആണെങ്കിലും എങ്ങനെയൊക്കെയോ ഞാൻ ബെഡൊക്കെ നീക്കിയതിന് ശേഷം പിന്നെ അടിയിൽ കിടന്ന സാധനങ്ങളെല്ലാം വലിച്ചൊക്കെ എടുത്തു. കണ്ട മൊത്തം കളിപ്പാട്ടം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഞാൻ അവിടുത്തെ പൊടിയെല്ലാം കുറച്ചൊന്ന് ജനലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി അടിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടി നിന്നത്. എക്സാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ടേബിളിലിരുന്ന ബുക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ഇയറിലെ ബുക്കൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ആദ്യം എന്തായാലും ഇവിടുത്തെ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. പൊടിയൊക്കെ ലാപ്ടോപ്പൊക്കെ നല്ലോണം പൊടി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഞാൻ പുതിയൊരു ഷീറ്റ് വിരിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ അലക്കാൻ വേണ്ടി ഇടണം. എന്നിട്ട് പിന്നെ മേശയൊക്കെ നീക്കി അവിടെ അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്ന വലയും പിന്നെ കുറച്ച് മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന റൂമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അടിച്ച് എല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ പുതിയ ഇടത്തൊക്കെ വിരിച്ചു. എന്നിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ തവണയും വേണ്ട സാധനങ്ങൾ മാത്രം തന്നെയാണ് എടുത്ത് വെക്കാറുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, പെട്ടെന്ന് മേശയെങ്കിലും നിറയാറുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചു. അങ്ങനെ ക്ലീൻ ആക്കി. എന്നിട്ട് ഞാൻ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ജനൽ പിന്നെ തുറന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സൈഡിലെ ജനലപ്പം തന്നെ അടച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ റൂം ക്ലീൻ ആക്കി കിട്ടി. ഈ റൂമിൽ കർട്ടന് മാറ്റണം. അപ്പോൾ അതും മറ്റേ കർട്ടൻ എടുക്കുമ്പോൾ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനായി കണ്ടപ്പോൾ എന്തൊരു സമാധാനം. അടുത്ത് ഞാൻ പിന്നെ നേരെ ടെറസിലോട്ട് കയറി കേട്ടോ. അവിടെ സ്റ്റെപ്പിൻ്റെ മേളിലൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തോ ഉറുമ്പ് കണ്ട് തുളച്ചിട്ട് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ പൊടിച്ച് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കണം. ഇതിലധികം അങ്ങനെ വലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പൊടി തറയിലുണ്ടായിരുന്ന പൊടിയും കാര്യങ്ങളാണ് കേട്ടോ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ നല്ലോണം തട്ടിയെടുക്കുന്നുണ്ട്. സ്റ്റെപ്പിൻ്റെ ഇവിടുത്തെ ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ട് വേണം ഹാള് ക്ലീൻ ചെയ്യാൻ. കാരണം നമ്മൾ ഹാള് ക്ലീൻ ചെയ്തിട്ട് പിന്നെ സ്റ്റെപ്പിലോട്ട് കയറുമ്പോഴേക്കും വീണ്ടും ഇവിടുന്ന് മേളിൽ നിന്ന് താഴോട്ട് പൊടി വീഴുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ ആദ്യം ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സൈഡിലെ ജനലിലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ജനലിലുള്ള പൊടി അത് ഭയങ്കരമായിട്ട് എല്ലാ തവണയും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ മേളത്തെ ജനൽ തുറക്കാൻ പറ്റാറില്ല. അപ്പോൾ താഴത്തെ ജനൽ മാത്രം തുറന്നിട്ട് ഞാൻ വലയൊക്കെ അടിച്ചെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള പൊടിയും വലയും എല്ലാം കൂടെ അടിച്ച് താഴോട്ട് എടുക്കുകയാണ്. സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഇടഭാഗം ഉണ്ടല്ലോ, ഓരോ സ്റ്റെപ്പിൻ്റെയും ഈ ചുമരിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്ത് എപ്പോഴും വല പിടിച്ചിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം തട്ടിയെടുക്കണം. അപ്പോൾ അത് കുറച്ച് സമയം എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റെപ്പൊക്കെ അടിച്ചെടുത്തതിന് ശേഷം ആദ്യം അലക്കാനിട്ട ഒരു സ്റ്റെപ്പ് ഞാൻ അലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അലക്കാൻ സമയമായപ്പോഴേക്കും ഞാൻ പിന്നെ കർട്ടനൊക്കെ മാറ്റി അതും കൂടെയൊക്കെ കൊണ്ടുപോയി അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഹാള് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. സ്റ്റോറിൽ കുറച്ച് വലയും അതുപോലെ ചിലന്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ അടിച്ചൊക്കെ കൊന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി ഉള്ളിലോട്ട് ഹാളിലും എല്ലായിടവും ഒക്കെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
ഇടയിലൊക്കെ കഴിഞ്ഞു. ഇനി വേണം വീടിനകമൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 റൂമിലെ വേസ്റ്റും പിന്നെ ഈ ഹോളിൽ നമ്മളിപ്പോൾ അടിച്ചിട്ട വേസ്റ്റും പിന്നെ കുറച്ച് അവിടെ കിടന്ന വേസ്റ്റും എല്ലാം കൂടെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ചെറിൻ്റെ ഇടയിലൊക്കെ നല്ലോണം അഴുക്കും പൊടിയും ഉണ്ടായിരുന്നു, പിന്നെ വലയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം തട്ടിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത്. ക്ലീനിങ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഭാഗവും വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എല്ലായിടും നോക്കി 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 അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഹാള് പകുതി അടിച്ചിട്ട് ഞാൻ പിന്നെ ഊണുമേശയുടെ അടുത്തോട്ട് വന്നു. ഇവിടെ ഇരുന്നാണ് എൻ്റെ പഠിക്കലും എഴുതലും ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. ഓൾറെഡി കുറച്ച് അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കൂടെ മേളിൽ കൂടെ അടിച്ചിട്ടപ്പോഴത്തേക്കും നന്നായിട്ട് പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ചെറിയൊരു ചൂല് വെച്ചിട്ട് അടിച്ചൊക്കെ മാറ്റി. ഞാൻ ഊണുമേശയുടെ അടിയിലും ഒക്കെ പൊടിയുണ്ടായിരുന്നതുകൊണ്ട് ചെയറെല്ലാം മാറ്റിയിട്ട് തന്നെയാണ് കേട്ടോ നന്നായിട്ട് അടിച്ചെടുത്തത്. പിന്നെ ഹാള് 2 സൈഡും അടിച്ചു കൊണ്ട് വെച്ചിട്ട് പിന്നെ ഇനി മെയിൻ കാര്യം സോഫ ക്ലീൻ ചെയ്യലാണ് കേട്ടോ. സോഫയിൽ അത്യാവശ്യം സാധനങ്ങൾ വാരി വെച്ചിട്ടിട്ടുണ്ട്. കൂടുതലും ഇവൻ്റെ കളിപ്പാട്ടമാണ്. പിന്നെ എന്ത് സാധനം കിട്ടിയാലും കൊണ്ടുവന്ന് സോഫയിൽ വെക്കും. തീപ്പെട്ടി കൊണ്ട് പൊളിച്ച് വാരി ഇട്ടേക്കുന്നതാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ നിരന്ന് കാണുന്നത്. പിന്നെ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാരിയുടെ ബാക്കിയെല്ലാം നന്നായിട്ട് തട്ടി പൊടിയൊക്കെ തട്ടി താഴെ ഇട്ടു. എന്നിട്ട് സോഫയൊക്കെ നീക്കിയിട്ട് അതിൻ്റെ അടിയിൽ കിടന്ന പൊടിയും എല്ലാം നന്നായിട്ട് ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട്. വേണമെന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ അടിച്ചെടുക്കുന്നതിനിടയ്ക്ക് കാണുന്നതൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ബാക്കി വേണ്ടാത്തതെല്ലാം ഞാൻ അടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. വേസ്റ്റൊക്കെ ഇനി മൊത്തം ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ച് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് വേസ്റ്റ് ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു സ്റ്റെപ്പ് ഒന്ന് തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ കുറച്ച് സമയം ഒന്ന് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോൻ ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് മോനെയൊക്കെ കൊണ്ടുപോയി ഉറക്കി. എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത ക്ലീനിങ് തുടങ്ങി. ഞാൻ സോഫ ഓൾറെഡി ഞാൻ തുടച്ചിട്ടുണ്ട്. അതാണ് ആ കളറിലിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ തലയണയൊക്കെ ഉണ്ടല്ലോ, അതും എല്ലാം നന്നായിട്ട് പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. മൂലയും തുടയ്ക്കണം. അപ്പോൾ എല്ലായിടും നോക്കി നോക്കി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചെറിയ ടീപ്പോയുടെ ഗ്ലാസ്സും അതിൽ നന്നായിട്ട് പൊടി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഫർണിച്ചർ നന്നായിട്ട് എത്ര ഡീപ്പ് ക്ലീൻ ചെയ്യുന്നെന്ന് പറഞ്ഞാലും ഫർണിച്ചറൊക്കെ തുടച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തോ ഒരു കുറവ് പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഫർണിച്ചറൊക്കെ തുടയ്ക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നന്നായിട്ടൊരു വ്യത്യാസം വരും. കാരണം അത്രയ്ക്ക് പൊടി നമ്മുടെ ഫർണിച്ചറിൽ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും കേട്ടോ. നമുക്കത് തുടയ്ക്കുന്ന സമയത്തേ അറിയാൻ പറ്റുള്ളൂ ഇത്രയും പൊടി ഇതിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ആ ചെയറും നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അടിയിൽ നിന്നും മുകളിൽ നിന്നും ഒക്കെ നന്നായിട്ട് തുടച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ സോഫ അത് ഞാൻ ആദ്യം കുഷൻ മാത്രമല്ലേ തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തടിയും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഊണുമേശയും അതിൻ്റെ ചെയറും കാര്യങ്ങളെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഓൾറെഡി അതിൽ പൊടിയുണ്ട്. പിന്നെ നമ്മൾ മേളിൽ നിന്ന് അടിച്ചും കൂടെ എടുത്തപ്പോഴത്തേക്കും കുറേ കൂടെ പൊടിയായിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യുന്നത് ഒത്തിരി ഒരു പണിയാണ്. എന്നാലേ ഞാൻ ഡീപ്പ് ക്ലീനിങ് ആണല്ലോ, ഒന്നും വിടണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തു. പിന്നെ ഈ ഗ്ലാസ്സിലൊക്കെ എന്തൊക്കെയോ പറ്റിപ്പിടിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ നന്നായിട്ട് അവസാനം ക്ലീൻ ചെയ്തെടുത്തു. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചും ആ ഒരു ഭംഗിയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നിന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുത്ത സ്റ്റെപ്പ് ക്ലീനിങ്ങിലോട്ട് നിന്നത് കേട്ടോ. ഇവിടെയാണ് ഞാൻ വിളക്കൊക്കെ വെച്ചിട്ട് വിളക്ക് കൊണ്ട് വെക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. പിന്നെ കുറച്ച് എന്തെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ വെക്കുമ്പോഴുള്ള കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തൊക്കെ മാറ്റി. ടേബിൾ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ ഞാൻ തറ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. മോനോ എണീക്കുന്നതിന് മുന്നേ തുടച്ചാൽ പെട്ടെന്ന് എനിക്ക് ജോലി കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കുറേ ദിവസമായിട്ട് ക്ലീനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തറയിൽ നല്ലോണം അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1-2 തവണ വെച്ച് ഞാനിങ്ങനെ തുടച്ചൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. റൂമിനകത്ത് അധികം അങ്ങനെ അഴുക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഹോള്, സിറ്റ് ഔട്ട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ലോണം ചളിയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ 1-2 തവണ വെച്ച് തുടച്ചു. റൂമൊക്കെ ഞാൻ ഒരൊറ്റ തവണ തന്നെയാണ് കേട്ടോ തുടച്ചത്. എൻ്റെ മോൻ ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ തുടച്ചുകൊണ്ടിരുന്ന സമയത്ത് മോനങ്ങ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് പിണങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നല്ല മണമായിരുന്നു ഞാൻ തുടയ്ക്കുന്നൊരു സാധനത്തിൽ. പിന്നെ ഈ ചെയറും കാര്യങ്ങളൊക്കെ നീക്കുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോഴേക്കും ആളങ്ങ് പിണങ്ങിക്കൊണ്ട് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റ് വന്നതിന് ശേഷം പിന്നെ ഒന്നാമത് ഉറങ്ങി കറക്റ്റായി എഴുതുണ്ടായിരുന്നില്ല. ഉറക്കം പെട്ടെന്ന് എഴുന്നേറ്റതായിരുന്നു. അതിന് കൂടെ അവന് തുടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കരച്ചിലും ബഹളമൊക്കെ ആയി. പിന്നെ ഞാൻ പെട്ടെന്നൊന്ന് ഒരു 1-2 തവണ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ അവൻ്റെ കയ്യിൽ തുടയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവിടെ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഞാനിങ്ങനെ അതിൻ്റെ ചുറ്റും വാരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി.
അവർ നന്നായിട്ട് ഇന്ന സാധനങ്ങളൊക്കെ തുടച്ചു എടുക്കാനുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തുടച്ചു എടുത്തിട്ടുണ്ട്. അതുപോലെ വാഷ് ബേസിനൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ വെച്ച് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീനായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതും നല്ല സുന്ദരക്കുട്ടപ്പനായിട്ടുണ്ട്. അങ്ങനെ അതും നന്നായിട്ട് തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ കൈ തുടയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന ടവലൊക്കെ മാറ്റാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ മാറ്റിയിട്ടു. പിന്നെ അതിൻ്റെ താഴെ ഒരു ചെറിയ ഒരു സ്റ്റോറേജ് ഉണ്ട്, അവിടെയൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയപ്പോഴേക്കും മോന് തുടച്ച് മതിയായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ തുടയ്ക്കുന്ന കാണുമ്പോൾ വന്നിട്ട് വേണമെന്ന് പറയും. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് തുടച്ചൊക്കെ എടുത്ത് കേട്ടോ. ബാക്കി ഉണ്ടായിരുന്നതും കൂടെ തുടച്ചെടുത്താൽ പിന്നെ വേറെ കുഴപ്പമില്ലല്ലോ. സ്റ്റെപ്പ് കൂടെ തുടയ്ക്കണം. അപ്പോൾ ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം സ്റ്റെപ്പ് കൂടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ അങ്ങനെ അധികം പൊടി അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ക്ലീനിങ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റെപ്പോടുകൂടി നിർത്തി. ഹലോ, അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഇവിടെ നിർത്തുകയാണ്. കാരണം കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കുഞ്ഞാൾ ഇനി കൂടുതലൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ നല്ല ക്ഷീണവും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് 2 ബെഡ്റൂമും സിറ്റൗട്ടും ഹാളും പിന്നെ നമ്മുടെ സ്റ്റെയർ കേസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇവിടെ അങ്ങ് നിർത്താം. എന്നിട്ട് ഇനി നാളെ കിച്ചൺ, സ്റ്റോർ റൂം, പിന്നെ വർക്ക് ഏരിയ, പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നാളെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. എന്തായാലും പറ്റുമെങ്കിൽ മുറ്റമടിക്കണം, പിന്നെ ടെറസൊക്കെ ഒന്ന് അടിച്ചിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ നാളെ തന്നെ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായോ എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.